Hey everybody, this is Jinsi from Gems Abroad. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന സ്പീക്കിംഗ് മോഡ്യൂളിലെ റിപ്പീറ്റ് സെന്റൻസിനെ കുറിച്ചാണ്. സോ ആസ് യു ഓൾ നോ, നമ്മുടെ PTE we have 4 modules: സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് ലിസണിംഗ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീക്കിംഗിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് സെന്റൻസസ്. So before we get into the topic, if you have not subscribed to this channel, kindly subscribe. And നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈൻ കോച്ചിങ് അസിസ്റ്റൻസ് വേണമെങ്കിൽ do contact us. So let's begin the video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ റിപ്പീറ്റ് സെന്റൻസ്. സ്പീക്കിംഗ് മോഡ്യൂളിലെ ഒരു ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ് ഈ റിപ്പീറ്റ് സെന്റൻസസ്. വാട്ട് ഈസ് റിപ്പീറ്റ് സെന്റൻസസ്, ഹൗ ടു ഡു റിപ്പീറ്റ് സെന്റൻസസ്, എങ്ങനെയാണ് റിപ്പീറ്റ് സെന്റൻസ് 90 of 90 കിട്ടുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ്, വാട്ട് ഈസ് റിപ്പീറ്റ് സെന്റൻസ്? റിപ്പീറ്റ് സെന്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ സെന്റൻസ് നമുക്ക് ഒരു ഓഡിയോ, you'll get an audio with a sentence. ആ ഓഡിയോയിൽ കേൾക്കുന്ന സെന്റൻസസ് റിപ്പീറ്റഡ് ആണോ? റിപ്പീറ്റ് സെന്റൻസ്, യെസ്. സോ ആ കേൾക്കുന്ന സെന്റൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ് റിപ്പീറ്റ് സെന്റൻസസ്. സോ എത്ര റിപ്പീറ്റ് സെന്റൻസ് എക്സാമിന് കിട്ടും ചോദിച്ചാൽ you'll get 6 to 12 റിപ്പീറ്റ് സെന്റൻസസ് in your exam. And എത്ര ലെങ്ത് ചോദിച്ചാൽ it can be between 8 to 16 words ഉള്ള repeat sentence ആയിരിക്കും. It can be a small sentence, it can be a medium, and it can be a large sentences. So, it is, as I already told, it's an important task, and in the contribution, mark contribution, it's repeat sentence mark, it goes for speaking and goes for listening also. നമ്മുടെ റീഡ് അലൗഡിന്റെ മാർക്ക് സ്പീക്കിംഗ് ആൻഡ് റീഡിംഗ് ആണെങ്കിൽ ഈ റിപ്പീറ്റ് സെന്റൻസിന്റെ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 30 to 33 മാർക്സ് ഫോർ സ്പീക്കിംഗ് ആൻഡ് 30 to 33 മാർക്സ് ഫോർ ലിസണിംഗ് ഓൾസോ. സോ ഈ രണ്ട് മോഡ്യൂളിനാണ് മാർക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ് ഇത്. കുറച്ച് പേർക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ റിപ്പീറ്റ് സെന്റൻസസ് നമ്മൾ പാടാന്നൊക്കെ തോന്നും, പക്ഷെ ഇറ്റ്സ് വെരി ഈസി. നമ്മൾ റിപ്പീറ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് കേൾക്കുക, ലിസൺ ആൻഡ് ഹൗ യു റെസ്പോണ്ട്. ചിലർ വിചാരിക്കുന്നത് കേൾക്കുക റിപ്പീറ്റ് ചെയ്യുക. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ്. നമ്മളിത് ലിസൺ ചെയ്യുക, ഹൗ യു റെസ്പോണ്ട് ആണ്. സോ പിയേഴ്സൺ വെച്ചേക്കുന്നത് നമ്മുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെമ്മറി പവർ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയല്ല. ഹൗ വെൽ യു ലിസൺ, ഹൗ വെൽ യു റെസ്പോണ്ട്, ഇതിനാണ് ഈ റിപ്പീറ്റ് സെന്റൻസസ്. സോ ഈ റിപ്പീറ്റ് സെന്റൻസസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്മോൾ സെന്റൻസ് ആയിരിക്കും ആൻഡ് മീഡിയം, ലാർജ് ആയിരിക്കും. സ്മോൾ സെന്റൻസ് നമുക്ക് ഈസി ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം, മീഡിയം ഇറ്റ്സ് ഓക്കെ. പക്ഷെ ലാർജ് ഒക്കെ വരുമ്പോഴത്തേക്കും പകുതി കണ്ടന്റ് നമുക്ക് ഓർമ്മ കാണത്തുള്ളൂ, പകുതി കണ്ടന്റ് നമുക്ക് ഓർക്കത്തില്ല. സോ ഈ എത്ര പാരാമീറ്റേഴ്സിലാണ്, ഏതൊക്കെ പാരാമീറ്റേഴ്സിലാണ് നമ്മൾ റിപ്പീറ്റ് സെന്റൻസസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഇസ് ഫ്ലുവൻസി, സെക്കൻഡ് ഇസ് പ്രൊനൗൺസിയേഷൻ, തേർഡ് ഇസ് കോണ്ടന്റ്. ഇതിലെല്ലാം എത്ര മാർക്സ് എന്ന് ചോദിച്ചാൽ, ഫ്ലുവൻസി 5 മാർക്ക്, പ്രൊനൗൺസിയേഷൻ 5 മാർക്ക്, കോണ്ടന്റ് 3 മാർക്സ്. സോ ഫ്ലുവൻസി ആണ് ആസ് യൂഷ്വൽ എപ്പോഴും ടോപ്പ് മോസ്റ്റിൽ ഇരിക്കുന്നത്. ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണം റിപ്പീറ്റ് സെന്റൻസസ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 10 വേർഡ്സ് ഉണ്ടെങ്കിൽ ആ 10 വേർഡ്സിൽ നമ്മൾ ഓർക്കും, ഓക്കെ 10 വേർഡ്സ് അങ്ങ് റിപ്പീറ്റ് ചെയ്യണം ഓർത്താണ് നമ്മൾ അവിടെ റെഡി ആയിട്ട് കേൾക്കാനിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യം ഒരു 6 വേർഡ്സ് കേൾക്കത്തുള്ളൂ, ബാക്കി വേർഡ്സ് കേൾക്കത്തില്ല. സോ നമ്മൾ എന്തോ ചെയ്യും, ഓട്ടോമാറ്റിക്കലി 6 വേർഡ്സ് കേട്ടിട്ട് അതൊരു ഇൻകംപ്ലീറ്റ് സെന്റൻസ് ആക്കി നമ്മളത് വിടും, ബാക്കി പറയത്തില്ല. അവിടെ ഒരു പങ്ക്ച്വേഷൻ, ഫുൾ സ്റ്റോപ്പ് ഒന്നും കാണത്തില്ല. നമ്മൾ ആ സെന്റൻസസ് അവിടെ പാതി ഇങ്ങനെ നിൽക്കത്തേയുള്ളൂ. സോ അങ്ങനെ വരുമ്പം നിങ്ങൾ 6 വേർഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഫ്ലുവൻസി, ആ ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് യു വിൽ നോട്ട് ഗെറ്റ് ഇനഫ് മാർക്സ് ഫോർ ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ ആൻഡ് കോണ്ടന്റ് ഓൾസോ. ചിലർ പറയുന്നില്ലെങ്കിൽ 6 വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്, യെസ് യു ഹാവ് സ്പോക്കൺ 6 വേർഡ്സ്, പക്ഷെ അതിലൊരു ഫുൾ സ്റ്റോപ്പോ ആ സെന്റൻസ് കംപ്ലീറ്റഡ് ആയിരിക്കത്തില്ല. അതായിരിക്കും നമുക്ക് റിപ്പീറ്റ് സെന്റൻസസിൽ മാർക്ക് ഉണ്ട്. നിങ്ങൾക്ക് അത് അറിയാമോ അറിയത്തില്ലെങ്കിലും അഗൈൻ നമ്മൾ ആ വേറെ എന്തെങ്കിലും വേർഡ് വെച്ച് റീപ്ലേസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യങ്ങള്, നമ്മൾ അത് ഒരു സെന്റൻസ് നമ്മൾ തുടങ്ങിയാൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ ഈ റിപ്പീറ്റ് സെന്റൻസ് 10 വേർഡ്സും പറയണം. ഈ 10 വേർഡ്സ് ഓർത്തു വെക്കാൻ ആദ്യം ബുദ്ധിമുട്ടാണ്. ചിലർക്ക് 6 വേർഡ്സേ ഓർത്തു വെക്കാൻ പറ്റില്ല, ചിലർക്ക് 8 വേർഡ്സ്, ഈ 8, 10, 11, 12 അങ്ങനെ വേർഡ്സ് കൂടുമ്പോഴത്തേക്കും ചിലർക്ക് അത് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ട് കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ 6 വേർഡ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് ലിസൺ ചെയ്യാം. ബാക്കി നമുക്ക് ഫില്ലേഴ്സ് എന്തെങ്കിലും വേറെ വേർഡ്സ് വെച്ച് റീപ്ലേസ് ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാരണം 80% of content കൊടുത്താൽ തന്നെ you will get 3 out of 3 content. And below, അതായത് ഒരു 50% ആണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ content, you will get 2 marks for
content. ഈ below 50% മാത്രം കൊടുക്കുമ്പോഴാണ് you will get contents 1 mark. പക്ഷേ അപ്പോഴും make sure fluent ആയിട്ട് സംസാരിക്കും. So fluency എന്ന് പറയുമ്പോഴത്തേക്കും how you speak naturally. അതാണ് in the natural flow. ഒരു സ്റ്റാൻഡേർഡ് വേയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ഫ്ലോ നാച്ചുറൽ ഫ്ലോയിലായിരിക്കണം fluency. And second thing is pronunciation. Pronunciation എന്ന് പറയുമ്പോഴത്തേക്കും whatever you speak clearly and confident ആയിട്ട് സംസാരിക്കണം. Third is content. Content എന്ന് പറയുന്നു നമുക്ക് അറിയാവുന്ന content, like speak what you heard and speak in a clear and with the clarity ഓടെ സംസാരിക്കണം. അതാണ് കോണ്ടന്റിന് മാർക്ക് കിട്ടുന്നത്. So as I already told, like repeat sentences is that you listen and respond ആണ്. നമ്മൾ ഇത് കേൾക്കുക, അത് റെസ്പോണ്ട് ചെയ്യുക. നമ്മൾ ഒരിക്കലും അത് കേട്ടിട്ട് ഇത് റിപ്പീറ്റ്. ചിലര് നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ റിപ്പീറ്റ് സെന്റൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ റണ്ണിങ് റേസിലൊക്കെ ഇരിക്കുന്ന പോലാണ്. ഓക്കെ, റെഡി, സ്റ്റഡി, 1 2 3 എന്നൊക്കെ പറയുമ്പോഴാണ് ഇങ്ങനെ കേൾക്കാനിരിക്കുന്നത്. പക്ഷേ അവരിതെല്ലാം റെഡി ആയിട്ട് ഇരിക്കുമ്പോഴും ആ ഒരു സെന്റൻസ് വരുമ്പോഴത്തേക്കും അതിൽ പകുതിയേ അവർ കേൾക്കത്തുള്ളൂ. ബാക്കി പകുതി പോകുമ്പോഴത്തേക്കും അവർക്കത് ഫുൾ പോകും. വൺസ് ആ റെക്കോർഡ്, അതായത് നമ്മുടെ ഓഡിയോ, നമുക്ക് കേൾക്കുന്ന ഓഡിയോ തീർന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ മൈക്ക് ഓപ്പൺ ആവും, റെക്കോർഡിംഗ് ബട്ടൺ ഓപ്പൺ ആവും. അപ്പത്തേക്ക് ഇവർക്ക് ഒന്നും പറയാൻ കാണത്തില്ല. കാരണം അവർ ചിന്തിക്കുന്നത് അയ്യോ പകുതി കേട്ടില്ല, പകുതിയെ കേട്ടുള്ളൂ. സോ ആ കേട്ടത് പോലും പറയാതെ അവരങ്ങനെ സ്റ്റോപ്പ് ആയി നിൽക്കും. സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കേൾക്കുന്നത് നമ്മൾ ഇപ്പൊ 6 വേർഡ്സ് ആണോ കേട്ടിട്ടുണ്ടെങ്കിൽ ആ 6 വേർഡ്സ് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ തന്നെ ആ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് റിപ്പീറ്റ് സെന്റൻസ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അവരുടെ ആക്സെന്റ് ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. സോ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലൈക് ട്രൈ ഫസ്റ്റ് ത്രീ വേർഡ്സ് കേൾക്കുക ആൻഡ് ട്രൈ ടു റിപ്പീറ്റ്. ഫസ്റ്റ് അടുത്ത പ്രാവശ്യം take 4 words. ആ 4 words repeat ചെയ്യുക. And take 5 words. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്യുമ്പോൾ you can see the score. അതായത് ഫ്ലുവൻസിയുടെ ഇപ്പം നമുക്ക് 2 marks 1 mark ആണെങ്കിൽ gradually goes to 3. 4 words നമ്മൾ ഫ്ലുവന്റ് ആയിട്ട് പറഞ്ഞ് നിർത്തുമ്പോഴത്തേക്കും ഒരു 4, അല്ലെങ്കിൽ കോണ്ടന്റ് ആയാലും 1 കിട്ടും. സോ ഇങ്ങനെയാണ് ഗ്രാജുവലി നമ്മൾ നമ്മുടെ സ്കോറിനെ കൂട്ടാൻ നമ്മൾ നോക്കണ്ടേ. അല്ലാതെ ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് 6 വേർഡ്സ് പറയാൻ ബുദ്ധിമുട്ടാണ്. സോ അത് എന്തോ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ബൈ സ്പീക്കിംഗ് 4 വേർഡ്സ് അല്ലെങ്കിൽ ഒരു 5 വേർഡ് അല്ലെങ്കിൽ 6 വേർഡ്സ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളത് ഇപ്പൊ 3 വേർഡ്സ് കേട്ടിട്ട് അത് പറയാൻ പറയുമ്പോഴത്തേക്കും 3 വേർഡ്സ് കേട്ടിട്ട് മാത്രമല്ല പറയണ്ടേ, അതൊരു ഫ്ലൂവന്റ് ആണ്, അത് ഫ്ലോ പോലെ പറഞ്ഞ് അതൊരു സെന്റൻസ് ആക്കി തീർക്കണം. പിന്നെ നമ്മൾ ഈ എല്ലാ റിപ്പീറ്റ് സെന്റൻസസ് നമ്മൾ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ റിപ്പീറ്റ് സെന്റൻസസിനും ഒരു മീനിങ് സെന്റൻസ് ആണ്, ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആണ്. നമ്മളത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ ഇതൊരു സ്ട്രാറ്റജിയാണ്, ഒരു ട്രിക്കുമാണ്. ആ സ്ട്രാറ്റജി നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്കത് ഈസി ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. കാരണം ഓരോ സെന്റൻസും നമ്മൾ റിപ്പീറ്റ് സെന്റൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു മീനിങ് ഫുൾ സെന്റൻസ് ആണ്. ആ മീനിങ് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കത് ഈസി ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. എന്താണ് അത് പറയുന്ന അർത്ഥം, അത് നമ്മുടെ ബ്രെയിനിലോട്ട് കയറ്റുക. അത് എന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുക, എന്താണെന്ന് പറയുക. സോ പറയുമ്പോൾ ഫ്ലോ ആയിട്ട് പറയും വേണം. അഥവാ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അത് മറന്നു പോയെങ്കിൽ ജസ്റ്റ് കംപ്ലീറ്റ് ദ സെന്റൻസ് എന്തെങ്കിലും ഇട്ട്. ഫോർ എക്സാമ്പിൾ, I met him on a flight from London to Paris. അങ്ങനെയാണ് കേൾക്കുന്നെങ്കിൽ നമുക്ക് I met him on a flight. നമുക്ക് ബാക്കി അത് കേട്ടിട്ടില്ല, ഏതൊരു സ്ഥലവും നമുക്കറിയാം. സോ നമുക്ക് വേണമെങ്കിൽ പറയാം I met him on a flight from China to Dubai. സോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു ഫില്ലേഴ്സ് ആഡ് ചെയ്ത് പോകണമെങ്കിൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവും, ഫ്ലുവന്റ് ആവും. നമ്മൾ പോയി അത് തിരുത്താനോ എടുക്കാനോ ഒന്ന് ശ്രമിക്കല്ലേ. അതാണ് ഇനി പറയാൻ പോകുന്നത്. സോ നോട്ട് ടു ഡു ഇൻ റിപ്പീറ്റ് സെന്റൻസസ്, ഡോണ്ട് ഗോ ആൻഡ് കറക്റ്റ് ബാക്ക്. ഈ നമുക്ക് ഫ്ലുവൻസി മാർക്ക് പോകാൻ റീഡിലായാലും റിപ്പീറ്റ് സെന്റൻസിനായാലും നമ്മൾ ഇത് ശ്രദ്ധിക്കണം. ഡോണ്ട് ഗോ ആൻഡ് കറക്റ്റ് ബാക്ക്. പ്രൊനൗൺസിയേഷൻ തെറ്റിയാലും, നമുക്ക് വേർഡ് മിസ്പ്രൊനൗൺസ് ചെയ്താലോ, അതോ വേർഡ് ഞാൻ മാറ്റി പറഞ്ഞാലോ, ഡോണ്ട് ഗോ ആൻഡ് കറക്റ്റ് ബാക്ക്. സെക്കൻഡ്, ഡോണ്ട് ഫംബിൾ. ഒരു വേർഡിൽ തന്നെ ഒരു 10 പ്രാവശ്യം സ്ട്രെസ് ചെയ്ത് പറയാം, ഡോണ്ട് ഫംബിൾ. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഫ്ലുവൻസിയിൽ അത് അഫക്ട് ചെയ്യാതെ ആ ഒരു ഫ്ലോയിൽ പറയാൻ സാധിക്കും. സോ
Next thing, നമ്മൾ ശ്രദ്ധിക്കേണ്ട റിപ്പീറ്റ് സെന്റൻസിലെ കാര്യങ്ങൾ, നമ്മൾ വൺസ് ആ സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിലർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ചെവി പൊത്തി കണ്ണടച്ചിരുന്നായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ റെക്കോർഡ് ബട്ടൺ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, കണ്ണടച്ച് നമ്മൾ കേൾക്കും. ചിലർ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രണ്ട് ചെവിയും പൊത്തി പിടിച്ച് കണ്ണടച്ച് കേൾക്കുമ്പോഴത്തേക്കും വൺസ് ഓഡിയോ തീരുമ്പോഴത്തേക്കും അവിടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. അവിടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പ്രശ്നം? 3 seconds കഴിഞ്ഞാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നെങ്കിലോ, സോ ആ മൈക്ക് അവിടെ ഡിറ്റക്ട് ആവത്തില്ല. നമ്മൾ പറഞ്ഞ ഡിറ്റക്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് മെസ്സേജ് വരും, യുവർ സ്പീച്ച് വാസ് ഡിറ്റക്റ്റഡ് എന്ന് പറയും. സോ അങ്ങനെ പ്രശ്നമാണ്. സോ നമ്മൾ ചെവി അടച്ചിരിക്കാം, പക്ഷെ എപ്പോഴും നമ്മുടെ ഫോക്കസ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലായിരിക്കണം. കാരണം അവിടെ റെക്കോർഡ് ബട്ടൺ ഓൺ സ്റ്റാർട്ട് ആയോ, എത്ര സെക്കൻഡ്സ് ആയി, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാം ആ ഒരു ബാലൻസിലായിരിക്കണം കൊണ്ടുപോകുന്നത്. നമ്മൾ ടൈമും നോക്കണം, നമ്മുടെ സ്പീഡും നോക്കണം. ഇത് രണ്ട് ബാലൻസ് ചെയ്തിട്ട് ചിലർ കണ്ണടച്ചിരിക്കുമ്പോഴത്തേക്കും ഇവിടെ റെക്കോർഡ് ബട്ടൺ 3 കഴിഞ്ഞ് 4 അപ്പോഴായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. റെസ്പോണ്ട് ചെയ്യാൻ പോയാൽ ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് റെക്കോർഡഡ്, നമുക്ക് മാർക്ക്. ഞാൻ പറഞ്ഞ പോലെ ഈ റിപ്പീറ്റ് സെന്റൻസസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് സ്പീക്കിങ്ങിന് മാത്രമല്ല, ഇറ്റ് ക്യാരീസ് യുവർ മാർക്സ് ടു ലിസണിങ് ഓൾസോ. ഓക്കെ, സോ ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് എന്റെ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. ആൻഡ് വിൽ ജസ്റ്റ് സീ ലൈക്ക് ഹൗ repeat sentence എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഐ വിൽ ഡു സം റിപ്പീറ്റ് സെന്റൻസസ് സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് റിപ്പീറ്റ് സെന്റൻസ് ഇരിക്കുന്നത്, എങ്ങനെയാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുന്നത്, എത്ര മിനിറ്റ് ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, റിപ്പീറ്റ് സെന്റൻസസ് ഇരിക്കുന്നത്. ഈ റിപ്പീറ്റ് സെന്റൻസസിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമുക്ക് എക്സാമിന് വരുന്നത്. സോ യു ക്യാൻ ഹിയർ see the instruction. You will hear a sentence, please repeat the sentence exactly as you hear it. You will hear the sentence only once. So I'm just going to start one repeat sentences. If a computer user fails to log off, the system is accessible to all. If a computer user fails to log off, the system is accessible to all. So once നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ you can give the submit button. നമ്മൾ ഒന്നിനും വെയിറ്റ് ചെയ്യരുത്. As we see, all fluency 5, context 3, pronunciation 5. So നമ്മൾ ഇതിൽ കുറേ 2-3 വേർഡ്സ് ഡിറ്റക്ട് ആയിട്ട് എന്റെ ഓഡിയോ ഒന്നും കൂടി കേൾപ്പിക്കാം. If a computer user fails to log off, the system is accessible to all. So ഇതൊരു ചെറിയ ഒരു മീഡിയം സെന്റൻസ് ആണ്. സോ മീഡിയം സെന്റൻസ് നമ്മളിത് കേൾക്കുന്നു, നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതിങ്ങനെ നമ്മളിപ്പം പകുതിയെ ഞാൻ കേട്ടുള്ളൂ, പകുതി എനിക്ക് അറിയത്തില്ല, കേട്ടില്ല, അത് എങ്ങനെയാണ്. സോ അങ്ങനെ റെസ്പോണ്ട് ചെയ്ത് നോക്കുമ്പോൾ എത്ര മാർക്ക് ഉണ്ട് നമുക്ക് നോക്കാം. വിൽ ജസ്റ്റ് ട്രൈ and the one. The interview only took 10 minutes, but it felt like hours. The interview took only 20 minutes, but I did not attend. ഞാൻ ബാക്കി കേട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് മാറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, so we'll try another repeat sentence. Like ഇത് ഒന്നും കൂടി ചെയ്ത് നോക്കാം. The interview only took 10 minutes, but it felt like hours. The interview took only 10 minutes, but it felt like minutes. So after ഞാൻ replace ചെയ്തേക്കുന്ന hours നല്ല minutes ആണ്. So see, ഞാൻ മാറ്റിയാണ് പറഞ്ഞേക്കുന്നത്, സെയിം എക്സാക്ട് കോണ്ടന്റ് അല്ല കൊടുത്തേക്കുന്നത്. The interview took only 10 minutes, but it felt like minutes. So hours ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Like see, 80% of content കൊടുത്താൽ തന്നെ you get marks. And like ഞാൻ പറഞ്ഞ പോലെ നമ്മളിത് ശ്രദ്ധിച്ചിരുന്നിട്ട് വേറൊരു റിപ്പീറ്റ് സെന്റൻസ് നമുക്ക് കേൾക്കാം. നമ്മളിത് ശ്രദ്ധിച്ചിരുന്നിട്ട് കണ്ണടച്ച് കേൾക്കുമ്പോഴത്തേക്കും നമ്മളത് കണ്ടില്ല, അല്ലെങ്കിൽ ഈ നമ്മളിത് ചെയ്യാൻ ലേറ്റ് ആയെങ്കിൽ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. You still have heaps of time to complete this task before its deadline. Once 3 seconds കഴിഞ്ഞു, ഞാൻ സബ്മിറ്റ് കൊടുക്കുവാണ്. നമ്മളതൊന്നും പറഞ്ഞിട്ടില്ല. See, your speech is not detected.
adjust the microphone properly and speak again properly. So നിങ്ങൾക്ക് ഇങ്ങനായിരിക്കും ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. Once like അത് കേട്ടില്ല, നമ്മളത് പറഞ്ഞില്ല 3 seconds ഉള്ളിലാണ് പറഞ്ഞെങ്കിൽ your speech will not be detected. Okay. And ഇങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റ് സെന്റൻസസിൽ. ഇറ്റ് ക്യാൻ ബി ഒരു സ്മോൾ ആയിരിക്കും, മീഡിയം ആയിരിക്കും, ലോങ് സെന്റൻസ് ആയിരിക്കും. ഈ നമ്മൾ റിപ്പീറ്റ് സെന്റൻസസ് നമ്മൾ ചെയ്യുമ്പോൾ like make sure that you practice the repeat sentences in such a way കുറച്ചായിട്ട്, അതായത് ഒരു 6 words 7 words, കാരണം എല്ലാവർക്കും ഒരു 10 12 15 words മെമ്മറൈസ് ചെയ്യാൻ പാടാണ്. And another thing is like ചിലര് പറയും you can just നമുക്ക് ഫോർ എക്സാമിനൊക്കെ നമുക്ക് you will get an erasable notepad എഴുതാന്. പക്ഷെ ചിലര് ട്രൈ ചെയ്യുന്നതാണ് എഴുതി വെച്ച്. പക്ഷെ നിങ്ങൾ അവിടെ കോണ്ടന്റ് എഴുതാൻ പോകുമ്പോഴത്തേക്ക് നമ്മളത് ലിസൺ ചെയ്യത്തില്ല. സോ കോണ്ടന്റ് പകുതിയെ കിട്ടത്തുള്ളൂ, അവിടെ ടൈമും റൺ ആവും, ഇത് രണ്ടും നടക്കത്തില്ല. അല്ല യു സോ എക്സ്പേർട്ട്, അല്ലെങ്കിൽ ഞാൻ അതിൽ എഴുതാൻ എനിക്ക് അല്ലെങ്കിൽ ഓരോ ലെറ്റർ അത് ഈ പറഞ്ഞേക്കുന്ന ഫസ്റ്റ് ലെറ്ററിന്റെ ഇനിഷ്യൽ എഴുതാൻ അത്ര എക്സ്പേർട്ട് ആണെങ്കിൽ യു കെൻ ട്രൈ. പക്ഷെ ഞാൻ ഒരിക്കലും അത് അഡ്വൈസ് ചെയ്തിട്ടില്ല എഴുതി വെച്ച് പറയാൻ. സോ എഴുതുമ്പോഴത്തേക്കും 10-12 വേർഡ്സ് എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ അവിടെ എഴുതാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താ സെന്റൻസ് പറഞ്ഞേക്കുന്നത്, അതിന്റെ മീനിങ് എന്താ, അർത്ഥം എന്താ കേൾക്കാൻ പോലുള്ള സമയം കാണത്തില്ല. നമ്മൾ ഈ എഴുതാനായിരിക്കും ശ്രദ്ധിക്കാൻ പോകുന്നത്. സോ ഐ ഡോണ്ട് റെക്കമെൻഡ് ലൈക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാനല്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് നമ്മൾ മീനിങ്. ഇപ്പൊ ഒരു 5 റിപ്പീറ്റ് സെന്റൻസ് ചെയ്താൽ ഒരു 5 വേർഡ്സ് കേട്ടിട്ട് അതിന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞ് ഫ്ലുവന്റ് ആയിട്ട് പറഞ്ഞ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഗ്രാജുവലി ഒരു 10 റിപ്പീറ്റ് സെന്റൻസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന്റെ ഒരു ഫ്ലുവൻസി മനസ്സിലാവും, ഇതെങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് കിട്ടും. സോ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിപ്പീറ്റ് സെന്റൻസ് കിട്ടത്തുള്ളൂ. ചിലര് റിപ്പീറ്റ് സെന്റൻസസ് കേൾക്കുമ്പോൾ തന്നെ ഡെമോ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത് പാടാണ്. സോ അങ്ങനല്ല, നമ്മളിത് അറ്റൻഡ് പോലും ചെയ്യത്തില്ല, നമ്മളിത് കേൾക്കും മാത്രം, നമ്മൾ തീരുമാനിക്കും ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്, ഇത് ബുദ്ധിമുട്ടാണ്, ഇത് എങ്ങനെ പറയും, അത് ആക്സെന്റ് മനസ്സിലാകത്തില്ല. ഈ ആക്സെന്റ് നമ്മൾ കേൾക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവും, നമ്മൾ അത് യൂസ്ഡ് ആണ്. കാരണം വി ഡോണ്ട് ലൈക്ക് ലിസൺ, ആ ഒരു ആക്സെന്റ് നമ്മൾ കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ലൈക്ക് ഐ ആം ഷുവർ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ യു വിൽ ഗെറ്റ് റിപ്പീറ്റ് സെന്റൻസസ് easily and you get high score. അതായത് 90 of 90 എടുക്കാൻ സിമ്പിൾ ആണ്. കാരണം 6 to 12 റിപ്പീറ്റ് സെന്റൻസ് ഉണ്ട്. ഈ 6 to 12 റിപ്പീറ്റ് സെന്റൻസ് എല്ലാ റിപ്പീറ്റ് സെന്റൻസും നമ്മൾ കോണ്ടന്റ് കൊടുക്കത്തില്ല. 80% കോണ്ടന്റ് നിങ്ങൾ കൊടുത്ത് നോക്കൂ, നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് 90 of 90 സ്റ്റിൽ. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ മാത്രമേ നമുക്ക് അത് അറിയത്തുള്ളൂ. നമ്മൾ വൺസ് ഒരു പെർസെന്റ് പ്രാക്ടീസ് ചെയ്തു, അതിൽ 6 വേർഡ്സ് കൊടുത്തു, ഫുൾ ആയിട്ട് ഫ്ലുവന്റ് ആയിട്ട് ഫ്ലോയിലാണ് കൊടുത്തെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്കോർ കാണും. So these are the കുറച്ച് ടിപ്സ് നമ്മൾ റിപ്പീറ്റ് സെന്റൻസസ് നമ്മൾ ചെയ്യേണ്ടതും. ആൻഡ് as you all know like practice makes perfect എന്ന പോലെ നമ്മൾ റിപ്പീറ്റ് സെന്റൻസസ് you have to practice. ഡെയിലി ഒരു 10-15 റിപ്പീറ്റ് സെന്റൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ആക്സെന്റ് നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ, we get used to, and നമുക്ക് റെസ്പോണ്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. So and if you have any doubts and repeat sentence, this is about repeat sentence, എന്തെങ്കിലും doubts and clarification ഉണ്ടെങ്കിൽ do contact us. Like we are providing online coaching, James Abroad Academy ആണ്. And I'll give you WhatsApp number to contact us. നിങ്ങൾക്ക് ഓൺലൈൻ കോച്ചിങ് വേണമെങ്കിൽ എങ്ങനെയാണ് ഏത് സൈഡാണ് ഇംപ്രൂവ് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസോ അല്ലെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ how to do and how to fix this issue ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ just contact us. WhatsApp number ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. And so I'm gonna park it here. See you in another video. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. So stay tuned. Jinsi from James Abroad. Thank you.